ഓക്കെ. സെവൻത്ത് വൺ, നെവർ സ്പീക്ക് ഓഫ് മാരേജ് ആസ് എൻ അച്ചീവ്മെൻറ്റ്. അതായത് ഒരിക്കലും നമ്മൾ നമ്മുടെ പെൺമക്കളെ മാരേജ് എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കരുത്. അത് മാത്രമല്ല, നമ്മൾ ചെറിയ പെൺകുട്ടികൾ അവർ വളർന്നൊരു സ്ത്രീ ആകുമ്പോൾ തന്നെ അവർ ഒരു മാരേജുമായിട്ട് പ്രീ ഒക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ, അതായത് അവർക്കൊരു അസ്പിയർ ടു മാരേജ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടീഷൻ വെക്കും. എന്നാൽ ബോയ്സിൻ്റെ കാര്യത്തിൽ വി ഡു നോട്ട് കണ്ടീഷൻ ബോയ്സ് ടു അസ്പിയർ ടു മാരേജ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ടെറിബിൾ ഇംബാലൻസ് ആണ്. ദ ബോയ്സ് വിൽ ഗ്രോ അപ്പ് ടു ബി മെൻ ഹു ആർ നോട്ട് പ്രീ ഒക്യുപ്പൈഡ് വിത്ത് മാരേജ്. ഇനി നമുക്ക് പറയാനുള്ളത് 1975 ബിൽ ക്ലിൻ്റനെ ആര് വിവാഹം കഴിക്കുന്നുണ്ടായി? ഹിലറി ക്ലിൻ്റൺ വിവാഹം കഴിക്കുന്നുണ്ടായി. ഓക്കെ, ബിൽ ക്ലിൻ്റൺ, CLINTON. ഓക്കെ, സോ അപ്പോൾ അവളുടെ നെയിം എന്ന് പറയുന്നത് ഹില്ലറി റോതമായിരുന്നു. ഹില്ലറി റോതം, HILLARYRODHAM. ഓക്കെ, സോ എന്ന് കരുതി വിവാഹം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ നെയിം ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു. ദെൻ ഇവഞ്ച്വലി ഷീ ബിഗാൻ ടു ആഡ് ഹിസ് നെയിം ക്ലിൻ്റൺ. ഓക്കെ, അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഷീ ഡ്രോപ്പ്ഡ് റോതം ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ പ്രഷർ. അവൾ ആ റോതം എന്നുള്ള പേര് ഡ്രോപ്പ് ചെയ്തിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് അവളുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ക്ലിൻ്റൺ എന്നുള്ള നെയിം. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. ഹെർ എക്സ്പീരിയൻസ്: എ ജേർണലിസ്റ്റ് ഡിസൈഡ് ടു ഗിവ് മീ എ ന്യൂ നെയിം, മിസ്സസ് ഹസ്ബൻഡ് സർനെയിം. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് അടീച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ജേർണലിസ്റ്റ്, അതായത് ഇങ്ങനെ ഇവരൊക്കെ സ്ത്രീകളെ പലപ്പോഴും വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അഭിസംബോധന ചെയ്യാറുള്ളത് മിസ്സസ് ഹസ്ബൻഡ് സർനെയിം. ഓക്കെ, അതായത് മിസ്സസ് ക്ലിൻ്റൺ ഇതുപോലെ. അപ്പോൾ ഓക്കെ, വിവാഹം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് എന്തിനാണ് അവരുടെ പേര് കൂടി ചേർക്കുന്നത്? എനിക്ക് എൻ്റെതായിട്ടുള്ള പേരുണ്ടല്ലോ, എനിക്ക് എൻ്റെ പേര് മതിയല്ലോ. ഹൗ ഐ ആസ്ക്ഡ് ഹിം ടു സ്റ്റോപ്പ് ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് മൈ നെയിം. എൻ്റെ പേര് അതല്ല, മിസ്സസ് ക്ലിൻ്റൺ അല്ലെങ്കിൽ മിസ്സസ് ഹസ്ബൻഡിൻ്റെ സർനെയിം, അതല്ല എൻ്റെ പേര്. എനിക്ക് എൻ്റെ ഒരു പേരുണ്ട്, ആ പേരാണ് എൻ്റെ കൂടെ ആഡ് ആക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഇവൾ ചോദിച്ച സമയത്ത് അവളോട് തിരിച്ച് ചോദിക്കുന്നത്, വെൽ യുവർ നെയിം ഈസ് ഓൾസോ അബൌട്ട് പാട്രിയാർക്കി ബിക്കോസ് ഇറ്റ്സ് യുവർ ഫാദേഴ്സ് നെയിം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിലറി റോതം എന്നുള്ളത് ഇവളുടെ ഫാദറിൻ്റെ പേരാണ്. ഓക്കെ, അതാണ് ഇവളുടെ യഥാർത്ഥ നെയിം. പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം മിസ്സസ് ക്ലിൻ്റൺ എന്നുള്ള രീതിയിൽ ഇവർ അഭിസംബോധന ചെയ്യുമ്പോൾ അതെൻ്റെ ആവശ്യമില്ല, അതല്ല എൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയാണ്, ഓക്കെ, പക്ഷെ എങ്ങനെയൊക്കെയാണെങ്കിലും നിൻ്റെ പേരിൻ്റെ കൂടെ ഒരു പാട്രിയാർക്കി ഉണ്ട്, കാരണം നിൻ്റെ പേരിൻ്റെ കൂടെ നിൻ്റെ ഫാദറിൻ്റെ നെയിം കൂടി ഉണ്ടല്ലോ. കാര്യം ശരിയാണ്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ അത് ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ അത് ഹസ്ബൻഡിൻ്റെ പേര്. ഇപ്പോഴും സ്ത്രീകൾക്ക് പേരിൽ തന്നെ ഒരു പാട്രിയാർക്കി സിസ്റ്റം നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ജനന സമയം മുതലേ ഉള്ളതാണ്. ആൻഡ് ദ നെയിം വിച്ച് ഐ ട്രാവൽഡ് മൈ ലൈഫ് മൈൽസ്. എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു, നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാക്കുമ്പോൾ പേരിലൊരു മാറ്റം വരാറില്ല. Every woman should have the choice of keeping her name, but the reality is that there is no overwhelming social pressure to confirm. നമുക്കൊക്കെ ഇപ്പോൾ നമ്മുടെ നെയിം ഇപ്പോൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് പലപ്പോഴും സോഷ്യൽ പ്രഷർ കാരണം അത് നമുക്ക് അങ്ങനെ പിന്തുടരാൻ പറ്റാറില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവൾ ചോദിക്കുകയാണ്, ഹൗ മെനി മെൻ ഡു യു തിങ്ക് വുഡ് ബി വില്ലിംഗ് ടു ചേഞ്ച് ദെയർ നെയിം ഓൺ ഗെറ്റിംഗ് മാരിഡ്? വിവാഹം കഴിഞ്ഞതിന് ശേഷം എത്ര ആണുങ്ങൾക്ക് പറ്റും അവരുടെ നെയിമിൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ വൈഫിൻ്റെ നെയിം ആഡ് ആക്കാനും? ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക, വിവാഹത്തിന് മുമ്പ് വരെ സ്വന്തം പേരാണെങ്കിൽ ആഫ്റ്റർ മാരേജ് മിസ്സസ് എന്ന് കൊടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ നെയിം യൂസർ നെയിമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ബയോ നെയിമായിട്ട് കൊടുക്കാറുണ്ടല്ലോ. ഓക്കെ, അതുപോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമുണ്ടോ? സോ മിസ്സസ് ഇസ് എ ടൈറ്റിൽ ഷി ഡിസ്ലൈക്ക് ബിക്കോസ് നൈജീരിയൻ സൊസൈറ്റി ഗീവ്സ് ഇറ്റ് ടു മച്ച് വാല്യൂ. ഇവൾ പറയുകയാണ് ഈ മിസ്സസ് ഒരാളുടെ വൈഫ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ അവൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. മിസ്സസ് ക്യാൻ ബി എ ചോയ്സ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഓക്കെ, പക്ഷെ അതൊരിക്കലും എന്താ പറയുക നമ്മുടെ വാല്യൂവിനെ അതൊരു ഇൻഫ്യൂസ് ചെയ്യിക്കില്ല എന്നാണെങ്കിൽ. ഓക്കെ, ഐ പ്രിഫർ മിസ് ബിക്കോസ് ഇറ്റ് ഈസ് സിമിലർ ടു മിസ്റ്റർ. എ മാൻ ഈസ് മിസ്റ്റർ വെദർ മാരീഡ് ഓർ നോട്ട്, എ വുമൺ ഈസ് മിസ് വെദർ മാരീഡ് ഓർ നോട്ട്. അങ്ങനെ നമ്മുടെ ചിമാമാധൻ ഗുജി അടിയിച്ച് പ്രിഫർ ചെയ്യാണ്. എനിക്ക് മിസ്സസ് ഇഷ്ടമല്ല, അത് ഭയങ്കര ഡിസ്ലൈക്കാണ്. ഓക്കെ, പക്ഷേ മിസ് യൂസ് ചെയ്യാം, കാരണം അതെന്താണ്, മിസ്റ്റർ എന്തെങ്കിലും സിമിലറാണ്.
എല്ലായ്പ്പോഴും നമ്മൾ പുരുഷന്മാരെ മിസ്റ്റർ, വിവാഹം കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങനെയാണല്ലോ അഭിസംബോധന ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീകളെയും വിവാഹം കഴിഞ്ഞൊന്നോ ഇല്ലയെന്ന് നോക്കരുത് മിസ് എന്ന് പറയണം. സോ പ്ലീസ് ടീച്ച് ചിസാലം ദാറ്റ് ഇൻ എ truly just society, women should not be expected to make marriage-based changes that men are not expected to make. അത് പുരുഷന്മാർ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചില ചേഞ്ചസ് പേര് മാറ്റോ ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്ത്രീകൾ മാറ്റേണ്ടതായിട്ടില്ല. ഒരു വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് തൻ്റെ പേരിലോ അല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിലോ തൻ്റെ ഐഡൻറ്റിറ്റിയിലോ ഒന്നും താൻ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവളെ നീ പഠിപ്പിക്കുക. സോ ഇതാണ് 7th one. And then 8th one, teach her to reject likability. ഓക്കെ, അപ്പോൾ ഇവൾ പറയുന്നത് ഹെർ ജോബ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ ജോബ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളവളാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഹെർ ജോബ് ഈസ് നോട്ട് ടു മേക്ക് ഹെർ സെൽഫ് ലൈക്കബിൾ. അത് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, അതിനു വേണ്ടി താൻ നല്ല അടുക്ക അമർച്ചുള്ള നല്ലൊരു പെൺകുട്ടിയായിട്ട് വളരണം, അതിൻ്റെ ആവശ്യമില്ല. ഹെർ ജോബ് ഈസ് ടു ബി ഹെർ ഫുൾ സെൽഫ്, എ സെൽഫ് ദാറ്റ് ഈസ് ഓണേഴ്സ് ആൻഡ് അവെയർ ഓഫ് ദ ഈക്വൽ ഹ്യൂമാനിറ്റി ഓഫ് അതർ പീപ്പിൾ. എങ്ങനെയുള്ളവരാണ് നമ്മൾ ആവേണ്ടത്? യെസ്, നമ്മളൊരു ബെറ്റർ വേർഷൻ ആവണം നമ്മളുടേത്. ഒരു സെൽഫ്, നമ്മളോട് തന്നെ നമുക്കൊരു ഓണസ്റ്റി വേണം. എന്നാൽ നമ്മൾ മറ്റുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇവരൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർ ആനിമൽ, അങ്ങനെ എന്തുമായിക്കോട്ടെ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സെൽഫ് അവെയർ നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല നമ്മൾ പെൺകുട്ടികളെ ലൈക്കബിൾ ആകാൻ പഠിപ്പിക്കും, നൈസ് ആകാൻ പഠിപ്പിക്കും. ഓക്കെ, ആൻഡ് വി ഡി നോട്ട് ടീച്ച് ബോയ്സ് ദ സെയിം. ദിസ് ഈസ് ഡേഞ്ചറസ്. പലപ്പോഴും നമ്മൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒരു കുറച്ച് കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. പ്രൊട്ടക്ഷൻ്റെ അപ്പുറത്തേക്ക് റെസ്ട്രിക്ഷൻസ്, ലിമിറ്റേഷൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ബോയ്സിന് നമ്മൾ എത്രത്തോളം കൊടുക്കാറുണ്ടോ? ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് പറയുന്നത്. മെനി ഗേൾസ് റിമൈൻ സൈലൻറ്റ് വെൻ അബ്യൂസ്ഡ് ബിക്കോസ് ദേ വാണ്ട് ടു ബി നൈസ്. പല രീതിയിൽ ഫിസിക്കലാകട്ടെ മെൻ്റലാകട്ടെ, മേ ബി എന്തെങ്കിലും തെറിവാക്കുകൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാഡ് ടച്ച്, അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ അബ്യൂസ് എന്തോ ആയിക്കോട്ടെ. പക്ഷേ പലപ്പോഴും സ്ത്രീകൾ അത് തുറന്ന് പറയാൻ മടിക്കാറുണ്ട്. അവരെന്തുകൊണ്ടാണ് സൈലൻസ് കീപ്പ് ചെയ്യുന്നത്? അവർക്ക് ദേ വാണ്ട് ടു ബി നൈസ്, അവർക്ക് നല്ല കുട്ടികളാവണം. ഓക്കെ, അതാണ് അവർ പഠിപ്പിച്ചിട്ടുള്ളത്. സോ മെനി ഗേൾസ് സ്പെൻഡ് ടു മച്ച് ട്രൈങ് ടു ബി നൈസ് ടു പീപ്പിൾ ഹു ഡു ദം ഹാം. സ്വാഭാവികമായിട്ടും അവരോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളോട് കൂടിയിട്ടും നൈസായിട്ട് ഇവർ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് മെനി ഗേൾസ് തിങ്ക് ഓഫ് ദ ഫീലിങ്സ് ഓഫ് ദോസ് ഹു ആർ ഹേർട്ടിങ് ദം. അതായത് എല്ലാവരും ചിന്തിക്കുന്നത് അവരെല്ലാവർക്കും ഹേർട്ട് ചെയ്യാം, സങ്കടപ്പെടുത്താം, അത് പ്രശ്നമില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെ സഹിച്ച് നൈസായിട്ട് തിരിച്ച് ബിഹേവ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ടീച്ചിങ് ചിസാലം ടു ബി ലൈക്കബിൾ, ടീച്ച് ഹെർ ടു ബി ഓണസ്റ്റ് ആൻഡ് കൈൻഡ്, സിമ്പിൾ ആൻഡ് ബ്രേവ്. അത് മാത്രമല്ല അവളോട് മൈൻഡിനോട് അവളെ സംസാരിക്കാൻ പഠിപ്പിക്കുക. അതായത് അവൾക്ക് എന്താണോ വേണ്ടത്, അവൾക്ക് എന്താണോ ഇഷ്ടം, അവൾ എന്താണോ ചിന്തിക്കുന്നത്, അത് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് അവൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവളെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യിപ്പിക്കുക. പ്രൈസ് ഹെർ വെൻ ഷി ഡസ്. അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവളെ പ്രൈസ് ചെയ്യണം, ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തരുത്. ഓക്കെ, അത് മാത്രമല്ല ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യം അവളുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ അതിനു വേണ്ടി നിന്നിട്ട് അതിനെതിരെ സംസാരിക്കുകയാണെങ്കിൽ, അതായത് പോപ്പുലറായിട്ടുള്ളൊരു കാര്യത്തിന് എതിരെ നിന്ന് അവൾ സംസാരിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ഇവർക്കെതിരായിരിക്കും. ആ സമയത്ത് നീ അവളെ പ്രൈസ് ചെയ്യണം, അവളുടെ കൂടെ നീ നിൽക്കണം. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ് ടു ബി ഹെർ ഓണസ്റ്റ് പൊസിഷൻ. അതാണ് അവളുടെ സത്യസന്ധമായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. Praise her when she is kind to other people, but teach her that her kindness must never taken for granted. അവളോട് നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാൻ പഠിപ്പിക്കുക, പക്ഷേ ആ ഒരു സംഭവം ഭയങ്കര ഗ്രാൻഡായിട്ട് എടുപ്പിക്കരുത്. അങ്ങനെ എടുപ്പിക്കുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ഏത് രീതിയിൽ അബ്യൂസ് വന്നാലും സൈലൻ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ടെൽ ഹർ ദാറ്റ് ഷീ ടു ഡിസേർവ് ദ കൈൻഡ്നെസ് ഓഫ് അതേഴ്സ്. അത് മാത്രമല്ല അവളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറുകയാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. അവളോട് പറയാം,
നമ്മളിപ്പോൾ ഒരു കൈൻഡ്നസ് നല്ല രീതിയിൽ ഒരാൾ ബിഹേവ് ചെയ്യുമ്പോൾ ആ സെയിം കാര്യം നമുക്കും തിരിച്ച് കിട്ടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അവളെ പഠിപ്പിക്കുക. ഓക്കെ, ആൻഡ് ടെൽ ഹർ ദാറ്റ് ഇഫ് എനിത്തിങ് എവർ മേക്സ് ഹർ അൺകംഫോർട്ടബിൾ ആയിട്ട് അവൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കട്ടെ, ഉറക്കെ സംസാരിക്കട്ടെ. ഷോ ഹർ ദാറ്റ് ഷി ഡസ് നോട്ട് നീഡ് ടു ബി ലൈക്ക്ഡ് ബൈ എവരി വൺ. ടെൽ ഹർ ദാറ്റ് ഇഫ് സംവൺ ഡസ് നോട്ട് ലൈക്ക് ഹർ, ഓക്കെ, അതായത് ആരെങ്കിലും അവൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും അവൾ ഇഷ്ടപ്പെടും. ടീച്ച് ഹർ ദാറ്റ് ഷീ ഈസ് നോട്ട് മെർലി ആൻ ഒബ്ജക്റ്റ് ടു ബി ലൈക്ക്ഡ് ഓർ ഡിസ്ലൈക്ക്ഡ്. നമ്മളെന്താണ്, മനുഷ്യന്മാരാണല്ലേ. സോ നമ്മളെന്തല്ല, ഒരു പെന്നല്ല, അല്ലെങ്കിൽ ഒരു ബുക്കല്ല, ഒരു പേഴ്സല്ല, ഒരു ഫോണല്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അല്ല. അതായത് ഇപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഐഫോൺ ആണെങ്കിൽ ചില ആളുകൾക്ക് ആൻഡ്രോയിഡ് ആയിരിക്കും ഇഷ്ടം. ഓക്കെ, സോ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഇതാക്കാൻ നമ്മളെന്തല്ല, ഒബ്ജക്റ്റ് അല്ല എന്നുള്ളത് അവളെ നീ പഠിപ്പിക്കുക. സോ ഇതാണ് 8th വൺ. ആൻഡ് ദെൻ 9th വൺ വരുന്നത് ഗിവ് ചിസാലം എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ആൻഡ് ദെൻ 9th വൺ ഗിവ് ചിസാലം എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഇവിടെ പറയുന്നത് ഇവരുടെ ഇഗ്ബോ കൾച്ചറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ചിസാലം ബ്ലാക്കാണ്, നൈജീരിയൻ കുട്ടിയാണല്ലേ. സോ നമ്മൾ സ്വാഭാവികമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് റേസിസം, അതുപോലെ വെസ്റ്റേൺ കൾച്ചറൊക്കെ ഇൻജക്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നൊരു സമയത്താണ്. മാത്രമല്ല വൈറ്റിന് പ്രാധാന്യം, ആ ഒരു കളറിന് പ്രാധാന്യം, അതുപോലെ തന്നെ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും, ഫിലിം കാണുകയാണെങ്കിൽ, അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണെങ്കിൽ, മാഗസിൻ വായിക്കുകയാണെങ്കിൽ, ഇതിലൊക്കെ ഹീറോസ് ആവട്ടെ, മെൻ ആൻഡ് വിമനൊക്കെ ആവട്ടെ വൈറ്റ്സ് ആയിരിക്കും, വൈറ്റ് ക്യാരക്ടറൈസും ഹീറോസ് എന്ന് പറയുന്നത്. സോ ഇവർ പറഞ്ഞു വരുന്നത് ഇഗ്ബോ കൾച്ചർ എന്ന് പറയുന്നത് ലവ്ലിയാണ്. കാരണം ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ ഹാർഡ് വർക്കിനൊക്കെ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇഗ്ബോ കൾച്ചറിൻ്റെ ലാംഗ്വേജും പ്രോവർബും എല്ലാം ബ്യൂട്ടിഫുള്ളാണ്, ഫുൾ ഓഫ് ഗ്രേറ്റ് വിസ്ഡമാണ്. പക്ഷേ ഇഗ്ബോ കൾച്ചറിലും കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഇത് പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് അത് പെണ്ണായതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് റോങ് ആണ്. ഇഗ്ബോ കൾച്ചർ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയലിസം. ഓക്കെ, മണി ഈസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് പറയുന്നത്. ഈ മണി മീൻസ് സെൽഫ് റിലയൻസ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് കാശ് നോക്കിയിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കണോ, മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കണോ എന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറയില്ലേ. സോ ഇവർ പറയാണ് യു മസ്റ്റ് നോട്ട് വാല്യൂ പീപ്പിൾ ബേസ്ഡ് ഓൺ ഹു ഹാസ് മണി ആൻഡ് ഹു ഡസ് നോട്ട്. നമ്മുടെ അടിയിച്ച് വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുമല്ല, പക്ഷേ പകരം കൾച്ചറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലേ. അതുമാത്രമല്ല എങ്ങനെയാണ് മറ്റുള്ളവർ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതും എന്നുള്ളതും പറയുന്നുണ്ട്. സോ ഫെമിനിസം എന്നുള്ള ആശയം അത്രക്കും ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ബ്ലാക്ക് കളർ, നമ്മുടെ ഹിസ്റ്ററി, ആഫ്രിക്കൻസിൻ്റെ ഹിസ്റ്ററി, ഇതിലൊക്കെ നമുക്ക് എന്ത് വേണം, പ്രൈഡാണ്, നമുക്കൊരു അഭിമാനം വേണം. ഓക്കെ, നമ്മൾ ബ്ലാക്ക് ഡയസ്പോറയെ കുറിച്ചിട്ട് പഠിക്കണം, നമ്മൾ ബ്ലാക്ക് ഹീറോസ്, മെൻ, വിമൻ, നമ്മുടെ ഹിസ്റ്ററിയിലുള്ള ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടെത്തുന്നത്. കാരണം അവരൊക്കെ ഉണ്ട്, അവരൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളത് കൂടുതലുള്ളത് വൈറ്റാണ്. ഓക്കെ, സോ ദ നൈജീരിയൻ കരിക്കുലം എന്ന് പറയുന്നത് is not cut infused with the idea of teaching children to have a sense of pride in their history. ഒരിക്കലും നൈജീരിയൻ കരിക്കുലം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു കൾച്ചറിൽ ഒരു സെൻസ് ഓഫ് പ്രൈഡ് അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ നീ പഠിപ്പിക്കണം. യു വിൽ ഹാവ് ടു ഡു ദ പ്രൈഡ് ടീച്ചിങ് യുവർ സെൽഫ് ആൻഡ് ടീച്ച് ഹെർ അബൌട്ട് പ്രിവിലേജ് ആൻഡ് ഇനിക്വാലിറ്റി. പ്രിവിലേജിനെ കുറിച്ചിട്ടും പഠിപ്പിക്കണം, ഇനിക്വാലിറ്റിയെ കുറിച്ചിട്ടും പഠിപ്പിക്കണം. ഓക്കെ, എല്ലാവരോടും ഡിഗ്നിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നീ അവളെ പഠിപ്പിക്കണം. സോ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു കൈൻഡ് ഓഫ് ഐഡൻറ്റിറ്റി കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. 10th സജഷൻ വരുന്നത് ബി ഡെലിബറേറ്റ് അബൌട്ട് ഹൗ യു എൻഗേജ് വിത്ത് ഹെർ ആൻഡ് ഹെർ അപ്പിയറൻസ്. സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യിപ്പിക്കുക. ഫിസിക്കലി ആക്റ്റീവ് ആവാൻ അവളെ പഠിപ്പിക്കുക. ടേക്ക് വാക്സ് വിത്ത് ഹെർ, സ്വിം, റൺ, പ്ലേ ടെന്നീസ്, ഫുട്ബോൾ, ടേബിൾ ടെന്നീസ്, ഓൾ കൈൻഡ്സ് ഓഫ് സ്പോർട്സ്. പൊതുവേ സ്പോർട്സ് എന്ന് പറയുന്നത് ബോയ്സിന് ആ രീതിയിലാണല്ലോ നമ്മൾ ചിന്തിക്കാറുള്ളത്. അങ്ങനെ ചിന്തിക്കേണ്ട, എന്തൊക്കെയാണോ അവളെ ആക്റ്റീവാക്കി വെക്കാൻ പറ്റുന്നത് അതൊക്കെ അവളെ ആക്റ്റീവാക്കി. ലെറ്റ് ചിസാലം നോട്ട് ദാറ്റ് ദർ ഇസ് എ ഗ്രേറ്റ് വാല്യൂ ഇൻ ബീങ് ആക്റ്റീവ്. സോ ഈ ഒരു ആക്റ്റീവായി നിൽക്കുക അല്ലെങ്കിൽ ഈ സ്പോർട്സുകളിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് മാത്രമല്ല, പക്ഷേ ഇറ്റ് ക്യാൻ ഹെൽപ്പ് വിത്ത് ഓൾ ബോഡി ഇമേജ് ഇൻസെക്യൂരിറ്റീസ് ദാറ്റ് ദ വേൾഡ് ത്രെഡ്സ് ഓൺ ഗേൾസ്. ഓക്കെ, ഈ ഒരു കാര്യം കൂടിയുണ്ട്.
ഇനി ഇവർ പറയാണ് അപ്പോൾ നമ്മുടെ ചിസാലത്തിൻ്റെ മേക്കപ്പ് ഒക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ അവൾ മേക്കപ്പ് ധരിച്ചോട്ടെ, അവൾക്ക് ഫാഷൻ ഇഷ്ടമാണെങ്കിൽ ഫാഷൻ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ. പക്ഷേ അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തപ്പോൾ അവൾ നടക്കട്ടെ. Then don't think that raising her feminist means forcing her to reject femininity. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടി. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ആൻസറായിരിക്കും പറയാം? അപ്പം നമ്മുടെയൊക്കെ രീതിയിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലുള്ളൊരു ഡെഫിനേഷൻ എന്നൊക്കെ പറയുന്നത്, ഓഫ് കോഴ്സ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ഈക്വലി വിമൻ മെൻ റൈറ്റ്സ് അല്ലേ, ഒരു ഇക്വാലിറ്റി അത്രമാത്രം ഉദ്ദേശിക്കുന്നത്. അതായത് സുപ്പീരിയർ അല്ല, അതായത് സ്ത്രീകളെക്കാൾ സുപ്പീരിയർ അല്ല മെൻ, ഒരു പവർ ഒരു സംഭവം നമ്മുടെ ആവശ്യമില്ല, നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ആണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളൊക്കെ പറയും ഓക്കെ ഫെമിനിസം, നമ്മളൊക്കെ ഫെമിനിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ നമ്മളൊക്കെ ഫെമിനിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്നത്തെ കാലത്ത് ഫെമിനിസം എന്ന് പറയുന്നത് എന്തോ അറിയില്ല ഭയങ്കര നെഗറ്റീവ് വേർഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ അറിയില്ല എന്നല്ല, പല കാരണങ്ങൾ കൊണ്ടും ഇതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ഫെമിനിറ്റിയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ആണുങ്ങളൊന്നും ഈ ലോകത്തെ വേണ്ട, നമ്മൾ മാത്രം മതി എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ആശയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുമായിരിക്കും. സോ അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും ഫെമിനിസം മീൻസ് അവരുടെ ഒരു ഫെമിനിറ്റി റിജക്റ്റ് ചെയ്യിക്കരുത് അവളെക്കൊണ്ട് എന്നുള്ളത് നമ്മുടെ അടേച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഫെമിനിസവും ഫെമിനിറ്റിയും എന്താണ്, ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നെക്സ്റ്റ് പോയിൻ്റ് വരുന്നത്, അതായത് നമ്മുടെ അപ്പിയറൻസ് ഉണ്ടല്ലോ, നമ്മുടെ വേഷം ഒക്കെ, ഇതൊക്കെ വെച്ചിട്ട് ഈ മൊറാലിറ്റി ആയിട്ട് ലിങ്ക് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നെവർ എവർ ലിങ്ക് ചിസാലംസ് അപ്പിയറൻസ് വിത്ത് മൊറാലിറ്റി. അതായത് അവളോട് ഒരിക്കലും പറയത് ഈ ഷോർട്ട് സ്കേർട്ടൊക്കെ ധരിച്ചാൽ അത് ഇമ്മോറലാണ്, അതായത് മേക്ക് ഡ്രസ്സിങ് എ ക്വസ്റ്റ്യൻ ഓഫ് ടേസ്റ്റ് ആൻഡ് അട്രാക്റ്റീവ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് ക്വസ്റ്റ്യൻ ഓഫ് മൊറാലിറ്റി. അതായത് അവളോട് ഡ്രസ്സ് ധരിക്കാൻ പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്നറിയോ, അതായത് ആ ഒരു അട്രാക്റ്റീവ്നെസ്, അവളുടെ ഒരു ടേസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ട്. അല്ലാതെ ഇത് നമുക്ക് ഇമ്മോറലായിട്ടുള്ളതാണ്, ഈ ഡ്രസ്സൊന്നും നമുക്ക് ഇടാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് എന്നാണ് പറയുന്നത്. സോ that dress doesn't flatter you like this other one, or doesn't fit as well, or doesn't look as attractive, or simply ugly. ഇങ്ങനെയൊക്കെ പറയാം. അതായത് ഇപ്പോൾ 2 ഡ്രസ്സുണ്ട്, ഈ ഡ്രസ്സിനെക്കാളും എനിക്ക് ചേരെ മറ്റേതായിരുന്നു കേട്ടോ, ഇത് നിനക്ക് അത്ര ഫിറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഇതിനത്ര ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അഗ്ലിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇത് ഇമ്മോറലാണ്. ബിക്കോസ് ക്ലോത്ത്സ് ഹാവ് അബ്സല്യൂട്ട്ലി നത്തിങ് ടു ഡു വിത്ത് മൊറാലിറ്റി. ഓക്കെ ഈ ഡ്രസ്സ് നമുക്ക് ധരിക്കാൻ പാടില്ല, നമ്മുടെ കൾച്ചറിന് അങ്ങനെയൊന്നും പറയണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞു വരുന്നത്. സോ അതായത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇന്ന രീതിയിൽ മാത്രമേ വേഷങ്ങൾ ധരിക്കാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അത് ഇമ്മോറലാണ് എന്നുള്ളതൊന്നും പറഞ്ഞു കൊടുക്കരുത്. കാരണം ഈ ഡ്രസ്സ് വെച്ചിട്ടൊന്നും ക്ലോത്ത്സ് വെച്ചിട്ടൊന്നും നമുക്ക് മൊറാലിറ്റിയുമായിട്ട് ഒന്നും ചെയ്യാനില്ല. ഓക്കെ ദെൻ ഷുഡ് നോട്ട് ലിങ്ക് ഹെയർ വിത്ത് പെയിൻ. അതായത് ഹെയർ ഈസ് അബൌട്ട് പെയിൻ ഫോർ സോ മെനി ഗേൾസ് ഇറ്റ് ദാറ്റ് അഡൾട്ട്സ് ആർ ഡിറ്റർമിൻഡ് ടു കൺഫേം to a version of knee that means too tight and scalp destroying and headache infusing. ഈ നൈജീരിയൻസ് ഇവരുടെ മുടി കണ്ടിട്ടില്ലേ, അപ്പോൾ ഈ മുടി അവർക്കിങ്ങനെ ഭയങ്കര ടൈറ്റായിട്ട് വാർന്നിട്ട് ചീകിയിട്ട് എന്ത് ചെയ്യണം, അവർക്കിങ്ങനെ മുടിഞ്ഞ് വെക്കില്ലേ, പിൻ ചെയ്ത് വെക്കില്ലേ, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇത് പലപ്പോഴും പല ആളുകൾക്കും അവരുടെ ആ ടൈറ്റ്നെസ് കൊണ്ട് എന്തായിരിക്കും അവരുടെ സ്കാൾപ്പൊക്കെ ഡിസ്ട്രോയിങ് ആകും, ഹെഡേക്കൊക്കെ വരും. സോ ഇത് നീറ്റാണ്, ഇതാണ് വൃത്തി എന്ന് പറഞ്ഞാലും ഇത് കുറച്ച് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ വരുമ്പോൾ അവൾക്കത് പെയിൻ ആണെങ്കിൽ, അവൾക്ക് വേദന ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതാണ് നീറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് എന്ന്. സിമ്പിൾ എത്ര ഉള്ളൂ, ഷുഡ് നോട്ട് ലിങ്ക് ഹെയർ വിത്ത് പെയിൻ. പിന്നെ പറയുന്നത് സിതാലത്തിന് ഹെയർ ലൂസായിട്ട് ഇടുന്നത് ഓക്കെ ആണെങ്കിൽ അതാണ് അവൾക്ക് വേദന ഇല്ലാതിരിക്കുന്നത്, അവൾ അങ്ങനെ ചെയ്തോട്ടെ. And Chizalam will notice very early on, because children are perspective what kind of beauty the mainstream world values. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. മാഗസിൻ, ഫിലിം, ടെലിവിഷൻ. ഓക്കെ സോ ഈ ഒരു സമയത്തെന്ന് പറയുന്നത് വൈറ്റ്നസ് ഇസ് വാല്യൂഡ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ എൻ്റെ കളർ ബ്ലാക്കാണ്, ഹീറോയിൻ ഇവരൊക്കെ വൈറ്റാണ്, ആ ഒരു കൈൻഡ് ഓഫ്
സംഭവം വരുമല്ലോ. ഓക്കെ, അത് നേരത്തെ തന്നെ കുട്ടികളിൽ കാണും. കാരണം ഇപ്പോൾ മെയിൻ സ്ട്രീം വേൾഡ് വാല്യൂസ് അതിനാണ്. അപ്പോൾ ചിൽഡ്രൻസിന് ഒരു കൈൻഡ് ഓഫ് ബ്യൂട്ടി പെർസ്പെക്റ്റീവ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ക്രിയേറ്റ് ആൾട്ടർനേറ്റീവ് ഫോർ ഹെർ ടു സീ. ഇത് കാണുന്നതിന് പകരമായിട്ട് വേറെ ഷോകളൊക്കെ വെച്ച് കൊടുക്കുക. ലൈക്ക് ലെറ്റ് ഹെർ നോ ദാറ്റ് സ്ലിം വൈറ്റ് വിമൻ ആർ ബ്യൂട്ടിഫുൾ ആൻഡ് ദാറ്റ് നോൺ വൈറ്റ് വിമൻ ആർ ഓൾസോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അതായത് ഇവർ മാത്രമല്ല എല്ലാവരും, അതായത് സ്ലിം ആയിട്ടുള്ള വൈറ്റ് വിമനും ബ്യൂട്ടിഫുള്ളാണ്, നോൺ വൈറ്റ് ആയിട്ടുള്ള വിമനും ബ്യൂട്ടിഫുള്ളാണ് എന്നുള്ളതൊക്കെ അവളെ അറിയിച്ചു കൊടുക്കുക, അവളെ പഠിപ്പിച്ച് കൊടുക്കുക. അതിനൊക്കെ എന്ത് ചെയ്യണം? റീഡ്, വായിപ്പിക്കുക. എന്ത് വായിപ്പിക്കുക? ഓട്ടോബയോഗ്രഫീസ്, നോവൽസ്, ഇതൊക്കെ വായിപ്പിക്കുക. സ്കൂൾ ബുക്കല്ല, വായനയിലൂടെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുമല്ലോ. ഓക്കെ, പിന്നെ ലെറ്റ് ഹെർ നോൺ ദാറ്റ് സ്ലിം വൈറ്റ്, ഓക്കെ പറഞ്ഞു. ആൻഡ് surrounded her with a village of aunties, women who have qualities you had like her to admire. Talk about how much you admire them. Children copy and learn from example. നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ വില്ലേജുകളിലായിട്ട് ഒരുപാട് ആൻറ്റീസ് ഉണ്ടാവും, സ്ത്രീകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ നമ്മൾ അഡ്മയർ ചെയ്യുക, അവരൊക്കെ നമ്മൾ ആരാധിക്കുക, അവരൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് കൊടുക്കേണ്ട വാല്യൂ നമ്മൾ കൊടുക്കുക. സോ സ്വാഭാവികമായിട്ടും പാരൻസ് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ, അവരെ അഡ്മയർ ചെയ്യുന്നത് കാണുമ്പോൾ കുട്ടികൾ അത് കോപ്പി ചെയ്തിട്ടും കുട്ടികളും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള വില്ലേജിലുള്ള ആൻറ്റീസിനെ, വിമൻസിനെയൊക്കെ അവർ അഡ്മയർ ചെയ്യും. നല്ലൊരു പോയിൻ്റ് അല്ലേ? സോ അതുമാത്രമല്ല, ചിതാലം നമ്മുടെ വില്ലേജിലെ അങ്കിൾസ് ഉണ്ടാകും. സോ പ്ലീസ് ഫൈൻഡ് സം ഗുഡ് നോൺ ബ്ലസ്റ്ററിങ് മാൻ. അതായത് നല്ല ബ്രദേഴ്സിന്, നല്ല അങ്കിൾസിന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മുടെ ബ്രദറിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല അങ്കിൾസിനെ കണ്ടെത്താനും അവളെ പഠിപ്പിക്കുക. അതായത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ അവൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. ഓക്കെ, 11ാമത്തെ സജഷനാണ് കേട്ടോ. ടീച്ച് ഹെർ ടു ക്വസ്റ്റ്യൻ അവർ കൾച്ചേഴ്സ് സെലക്റ്റീവ് യൂസ് ഓഫ് ബയോളജി ആസ് റീസൺസ് ഫോർ നോംസ്. അതേപോലെ എക്സാമ്പിൾ കൊടുക്കുന്നത് യൂർബ വുമണും ഇഗ്ബ മാനും. യൂർബ YORUBA. ഓക്കെ, ഇവർ പറയുന്നത് എ ചൈൽഡ് ഫസ്റ്റ് ബിലോങ്സ് ടു ദ ഫാദർ, ഇറ്റ് ഹാസ് ടു ബി ദാറ്റ് വേ. കുട്ടി അച്ഛൻ്റെ വഴി. ഓക്കെ, സോ വി ഓഫൺ യൂസ് ബയോളജി. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ബയോളജി യൂസ് ചെയ്യും. അതായത് മെന്നിനാണ് എപ്പോഴും പ്രിവിലേജ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ദ മോസ്റ്റ് കോമൺ റീസൺ ബീങ് മെൻ. എന്തുകൊണ്ടാണ്? നമുക്കറിയാം മെൻ ഫിസിക്കലി സുപ്പീരിയറിറ്റി ആണ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ട്രൂ ദാറ്റ് മെൻ ആർ ഇൻ ജനറലി ഫിസിക്കലി സ്ട്രോങ്ങർ ദാൻ വിമൻ. ഓക്കെ, പക്ഷേ നമ്മൾ കൂടുതൽ ശരിയായ രീതിയിൽ ബയോളജി ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഈ സോഷ്യൽ നോംസിൻ്റെ റൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് പൊളിക്കാം. കാരണം ദ ചിൽഡ്രൻ വുഡ് ബി ഐഡൻറ്റിഫൈഡ് ആസ് ദെയർ മദേഴ്സ് റാദർ ദാൻ ദെയർ ഫാദേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം എന്താ? കുട്ടി ജനിക്കുന്ന സമയത്ത് ദ പാരൻറ്റ് വി ആർ ബയോളജിക്കലി സെർട്ടൻ ഓഫ് ഹിസ് മദർ. അമ്മ പറയുന്നു ആരാണ് നിൻ്റെ അച്ഛൻ, അതാണ് അവൻ്റെ അച്ഛൻ. ഓക്കെ, ആൻഡ് ടീച്ച് ചിസാലം ദാറ്റ് ബയോളജി എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അല്ലാതെ ഈ സോഷ്യൽ നോംസൊക്കെ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബിക്കോസ് സോഷ്യൽ നോംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സോഷ്യൽ നോം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ കനോട്ട് ബി ചേഞ്ച്ഡ്. സോ ടീച്ച് ഹെർ ടു ക്വസ്റ്റ്യൻ അവർ കൾച്ചർ സെലക്റ്റീവ് യൂസ് ഓഫ് ബയോളജി ആസ് റീസൺസ് ഫോർ നോംസ്. 12th one, talk to her about sex and start early. It will probably be a bit awkward but it is necessary. സിമ്പിൾ പോയിൻ്റാണ്. അവളോട് പറയണം, ഡോണ്ട് പ്രിറ്റൻഡ് ദാറ്റ് സെക്സ് ഇസ് മെർലി എ കൺട്രോൾ ആക്ട് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ടെൽ ഹെർ ദാറ്റ് it can be a beautiful thing and that apart from obvious physical consequence, it can also have emotional consequence. Okay, and tell her that her body belongs to her and her alone, that she should never feel the need to say yes to something she doesn't want. അതായത് അവൾക്ക് ആവശ്യമില്ലെങ്കിൽ അവൾ നിർബന്ധിച്ചിട്ട് അവളെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് യെസ് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവളുടെ ബോഡിയാണ്, ഓക്കെ, അവളുടെ സ്വന്തമാണ്. Tell her you think it's best to wait until she is an adult before she has sex.
But be prepared because she might not wait until she is 18, and if she doesn't wait, you have to make sure she is able to tell you that she has not. അതായത് ഇവിടെ പറയുന്നത്, അതായത് വേണമെങ്കിൽ നിനക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളൊന്ന് അഡൽട്ട് ആയിക്കോട്ടെ, അതുവരെ നിനക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് ഒരു 18 വയസ്സാകുമ്പോൾ തന്നെ നമ്മളെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളൊരു ഫ്രണ്ട്ലി ടച്ച് എപ്പോഴും, അതായത് അവൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റിയൊരു അമ്മയായിട്ട് നീ മാറുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സേ യു വാണ്ട് ടു റേസ് എ ഡോട്ടർ who can tell you anything. You have to give her the language to talk to you. എന്തെങ്കിലും പറഞ്ഞാൽ ചീത്ത പറയുക അല്ലെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ വെക്കുന്നൊക്കെ ഒരു അമ്മയാണെങ്കിൽ ഒരിക്കലും ആ ഒരു മകൾ ഓപ്പണായിട്ടൊന്നും പറയില്ല. അപ്പോൾ നീ അവൾക്കും നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റിയൊരു ലാംഗ്വേജ് അത് നീ അവൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ദെൻ യാ ആൻഡ് 13th 13ാമത്തെ റൊമാൻസ് വിൽ ഹാപ്പൻ, സോ ബി ഓൺ ബോർഡ്. ഇവിടെ പറയുന്നത് മേക്ക് ഷുവർ യു ആർ അവെയർ ഓഫ് ദ റൊമാൻസ് ഇൻ ഹെർ ലൈഫ്, ഫോർ ദാറ്റ് ഗിവ്സ് ഹെർ ദ ലാംഗ്വേജ് എബൌട്ട് ലവ്. സ്നേഹത്തിൻ്റെ ലാംഗ്വേജിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ലവ് എന്ന് പറയുന്നത് എന്താ പറയുക, കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എടുക്കുക എന്നുള്ളത് കൂടിയാണ്. നമ്മൾ ലവ് എപ്പോഴും കൊടുത്താൽ പോരാ, നമുക്ക് കൂടി തിരിച്ച് കിട്ടേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. So we teach girls that a large component for their ability to love is their ability to sacrifice their self. We do not teach this to boys. ഒരിക്കലും ഈ ലവിന് വേണ്ടിയിട്ട് നമ്മളൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവരെ പഠിപ്പിക്കണം. ഈ ലവ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. Then she defines love as being greatly valued by another human being and greatly valuing another human being. Okay. And 14th one, in teaching her about oppression, be careful not to turn the oppressed into side. And finally 15th suggestion, 15ാമത്തെ സജഷൻ എന്താണ് നോക്കാം. Teach her about difference, make difference ordinary, make difference normal, teach her not to attach value to difference. സോ നമ്മുടെ വേൾഡിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞ റിയാലിറ്റിയാണ്. അതായത് ഒരു ഡിഫറൻസിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ യു ആർ എക്യുപ്പിങ് ഹെർ ടു സർവൈവ് ഇൻ എ ഡൈവേഴ്സ് വേൾഡ്. ലോകമെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലേ. സോ വ്യത്യാസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യത്യസ്തം നിറഞ്ഞിട്ടുള്ള ഈ ഒരു ലോകത്ത് അതിജീവനം ആണ് അവിടെ നീ പഠിപ്പിക്കുന്നത്. ഷീ മസ്റ്റ് നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പീപ്പിൾ വാക്ക് ഡിഫറെൻറ്റ് പാത്ത്സ് ഇൻ ദ വേൾഡ്. ഓക്കെ, വ്യത്യസ്ത വഴികളിലൂടെയാണ് വ്യത്യസ്ത ആളുകൾ സഞ്ചരിക്കുക. അവർക്ക് എന്താണോ ശരി തോന്നിയത് ആ ഒരു രീതിയിലൂടെ. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാരണം ആരെയും ഹാം ചെയ്യരുത്, ബുദ്ധിമുട്ടിലാക്കരുത്. ഓക്കെ, ദേ ആർ വാലിഡ് പാറ്റ്സ് ദാറ്റ് ഷി മസ്റ്റ് റെസ്പെക്റ്റ്. ആൻഡ് അവളെ ജീവിതത്തെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പഠിപ്പിക്കുക. ടീച്ച് ഹെർ എവറിത്തിങ് അബൌട്ട് ലൈഫ് ആൻഡ് ഒരു സ്റ്റാൻഡേർഡ് എക്സ്പീരിയൻസ് ഇതിനെ കുറിച്ചിട്ട്. ഓക്കെ, ടീച്ച് ഹെർ നെവർ ടു യൂണിവേഴ്സലൈസ് her own standards or experience. Teach her that her standards are for her alone and not for other people. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ഇതിലെ 15 സജഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.